ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെന്നൈയിലെ ഞങ്ങളുടെ ആദ്യത്തെ ഹോളി സെലിബ്രേഷൻ, അതായത് ഹോളിയുടെ തലേ ദിവസമുള്ള ഹോളികാ ദഹൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം കാണാനായിട്ടാണ്. അപ്പോൾ ഇതൊരു പൂജയാണ്, ഇവിടെ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഹോളികാ ദഹൻ കാണുന്നത്. നോർത്തിലായിരുന്നെങ്കിൽ ഇതുവരെ ഹോളികാ ദഹൻ കണ്ടിട്ടില്ല, അതെങ്ങനെയാണെന്നും അറിയില്ല, വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒരു കുഞ്ഞ് അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ നേരെയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പൂജ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണിന്ന് പൂജയും ഹോളികാ ദഹനും നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ DC സാറും സാറിൻ്റെ വൈഫും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൂജാരിയൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ഹോളി സെലിബ്രേഷനൊന്നും ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. നോർത്തിൽ പോയതിന് ശേഷമാണ് ഞാൻ ഈ ഹോളി സെലിബ്രേഷനെ പറ്റി അറിയുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ മുമ്പ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടെന്ന് മാത്രമേ അറിയാം, അതെന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ നമ്മുടെ ദീപാവലി, ഓണം, അതുപോലെ ഒരു ഹോളി എന്ന് പറഞ്ഞിട്ട് നോർത്തിലൊരു സെലിബ്രേഷൻ ഉണ്ടെന്ന് അറിയാവുന്നതേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നോർത്തിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഈ ചായം വാരി പൂശുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കളറും വെള്ളമൊക്കെ ഒഴിക്കുന്നതും, കളർ വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഒഴിക്കുന്നതും. അപ്പോൾ അതൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് അത് അവരുടെ ഒരു നാട്ടിലെ സെലിബ്രേഷനല്ലേ. അപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊക്കെ അതൊരു പുതുമയും അവർക്ക് അവരുടെ ഒരു ആചാരമൊക്കെയാണിത്. നമ്മൾ സൗത്തുകാർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ സെലിബ്രേഷൻ എന്താണെന്നോ ഈ ഹോളി എന്തിനാണ് ആഘോഷിക്കുന്നതെന്നോ അറിയുന്നുണ്ടാവില്ല. മറ്റു സ്ഥലങ്ങളിലെ ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല. എൻ്റെ നാട്ടിലൊന്നും എനിക്കിതറിയില്ല വലുതായിട്ട് അങ്ങനെ ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ അറിയുന്നുണ്ടാവും, അല്ലാതെ ഇങ്ങനൊരു സെലിബ്രേഷൻ എന്തിനാണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പണ്ട് നമ്മുടെ ഈ പുരാണ കഥകളിൽ പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ പ്രഹ്ലാദൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് ഈ ഹോളിക. ഹോളികയ്ക്ക് പണ്ടൊരു വരം കിട്ടിയിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ തീയുമായിട്ട് ബന്ധപ്പെട്ട് തീയിൽ നിന്ന് ഒരു അപകടവും തനിക്ക് സംഭവിക്കില്ല എന്നുള്ള ഒരു വരമാണത്. അപ്പോൾ ഈ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ഭക്തനാണ്. അപ്പോൾ ഈ പ്രഹ്ലാദനെ കൊല്ലാനായിട്ട് പ്രഹ്ലാദൻ്റെ അച്ഛനും ഈ ഹോളികയും കൂടെ തീരുമാനിക്കും. അപ്പോൾ ഹോളിക പ്രഹ്ലാദനെ മടിയിൽ, കുഞ്ഞ് പ്രഹ്ലാദനെ മടിയിലിരുത്തിയിട്ട് ഇതുപോലൊരു തീ കൂട്ടിയിട്ട് അതിലേക്കിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രഹ്ലാദൻ മഹാവിഷ്ണു മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പ്രഹ്ലാദനൊന്നും സംഭവിക്കില്ല, പക്ഷേ ഹോളിക ആ തീയിൽ പെട്ട് മരിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പണ്ട് പുരാണ കഥകളിൽ പറയുന്നുണ്ട്. തനിക്ക് കിട്ടിയ വരം മറ്റൊരാളിനെ നാശത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിൻ്റെ പേരിൽ, അതായത് കിട്ടിയ വരം ദുർവിനിയോഗം ചെയ്തതിൻ്റെ പേരിലാണ് ഹോളിക ആ തീയിലകപ്പെട്ട് മരിച്ചു പോയത്. അപ്പോൾ ഹോളികയ്ക്ക് ആ വരം കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം അത് കാണിക്കാനായിട്ടാണ് ഈ ഹോളി എന്നുള്ള ഒരു സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ഇങ്ങനെ മുന്നിലായിട്ട് ഒരു ഇങ്ങനെ ഈ കമ്പുകൾ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇതിനെ തീ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി സന്തോഷവും സമാധാനവും നന്മയും എല്ലായിടത്തും ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു സെലിബ്രേഷൻ നോർത്തിൽ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ചായ ഒക്കെ മുഖത്ത് തേക്കുന്ന ആ ഒരു സംഭവം, ഹോളി എന്ന് പറയുന്ന ആഘോഷം നടത്തുന്നത്. അപ്പോൾ ഈ തലേ ദിവസം ഈവനിങ് നടത്തുന്ന ഈ പൂജയുടെ പേര് ഹോളികാ ദഹൻ എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, മോളും ആദ്യമായിട്ടാണ് കാണുന്നത്. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. सभी को नमस्कार। यहाँ पर उपस्थित सभी बल सदस्य व फैमिली मेंबर्स को यहाँ तहे दिल से स्वागत करता हूँ और अभिनंदन करता हूँ। AC साहब, RI साहब, कंपनी कमांडर्स और साथीगण एवं यहाँ पधारे सभी फैमिली मेंबर्स, सभी को सर्वप्रथम होली की बधाई हो। पिछली बार का कुछ शिकायत था जस्ट न्यू ईयर या फिर ऐसा कोई जो फेस्टिवल होता है कि सर हम लोग इसको सेलिब्रेट नहीं कर पाते, तो इस बार हमने और सियासत परिवार ने कोशिश की है कि आपको पूरा फुल मौका दिया जाएगा आप अपना खुद का सेलिब्रेशन करने के लिए। तो ये हमारे ही तरफ से हमारे ही लोग इसमें लगे हुए हैं जो कई दिनों से प्रयास कर रहे थे
और होप आपको अच्छा लग रहा होगा। इसी हाँ इसी कड़ी में कल एक और प्रोग्राम है, सुबह भी फेस्टिवल है, वो ऑर्गेनाइज करने के लिए सोचा है। तो आप उसमें, आप लोगों से सबसे ये रिक्वेस्ट है कि आप सब उसमें फुली पार्टिसिपेट करें, बच्चे से लेकर बड़े से लेकर सभी लोग, तभी हम लोग उसमें वो सक्सेसफुली हो पाएगा। और टाइमिंग हमारा रहेगा 9:30 हम लोग स्टार्ट करेंगे और हमारी कोशिश है कि सभी फैमिली मेम्बर मिलकर अच्छे से फुल एंजॉय करें। ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.